$400 ബില്യൺ ആസ്തി, 10,000-കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ചാൽ പോലും തീരാത്തത്ര സ്വർണം കൊണ്ടുള്ള വലിയ ഒരു കവാടം, കലവറയിൽ കുമിഞ്ഞു കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ. ഞാനീ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഇന്ന് ജീവിച്ചിരുന്ന ഒരാളല്ല, ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ വൻകരയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. കുമിഞ്ഞുകൂടിയ സ്വർണ്ണ നാണയങ്ങൾ എണ്ണി തീർക്കാൻ വർഷങ്ങൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെ കുറിച്ച് അറിയാം ഇന്ന്. വെൽക്കം ടു നിഹാൽ ദി സ്റ്റോറി ടെല്ലർ. കങ്കം മൂസ അല്ലെങ്കിൽ മൻസ മൂസ എന്ന് വിളിക്കുന്ന മാലി സാമ്രാജ്യത്തിലെ 9ാമത്തെ ചക്രവർത്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. 1312 മുതൽ 1337 വരെ തിംബുക്തു തലസ്ഥാനമാക്കി മാലി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു കങ്കം മൂസ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ബിൽഗേറ്റ്സിനെക്കാളും മുകേഷ് അംബാനിയെക്കാളും ഒക്കെ എത്രയോരെ സ്വത്തുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് കങ്കം മൂസ. അതായത് ഇന്നത്തെ ഒരു വില കണക്കാക്കുമ്പോൾ ഏകദേശം $400 ബില്യൺ സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. $400 ബില്യൺ സ്വത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്നാണ് പല ചരിത്രകാരുടെ അഭിപ്രായം. കാരണം ഇന്നും അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. മാലി സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെയാണ് സ്വത്ത് ലഭിച്ചത്? ആ ഒരു ചോദ്യം നിങ്ങളുടെ പലരുടെയും മനസ്സിലുണ്ടാവില്ലേ? കാരണം ഇത്രത്തോളം വലിയൊരു സ്വത്ത് അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാലി വളരെയധികം സമ്പന്നവും സമ്പുഷ്ടവുമായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് നിന്ന് ഉപ്പ് കുറുക്കി കിട്ടുന്ന ആ ഉപ്പ് വിറ്റിട്ട് അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചിരുന്നു. അതിനു പുറമെ മാലിയുടെ പല ഭാഗങ്ങളിലും ധാരാളം സ്വർണ്ണ ഖനികൾ ഉണ്ടായിരുന്നു, അഥവാ ഗോൾഡ് മൈൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം സ്വർണം എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും അതേപോലെ ആ സ്വർണ്ണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്വത്തായി മാറുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആനകളാൽ സമ്പന്നമായിരുന്ന മാലി സാമ്രാജ്യത്തിലെ ആനക്കൊമ്പ് വിറ്റിട്ടും അതേപോലെ പട്ട്, സെറാമിക്സ്, അങ്ങനെ പല സാധനങ്ങളുടെയും വിൽപ്പനയിലൂടെയെല്ലാം കങ്കം മൂസ തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 1324 അദ്ദേഹത്തിന്റെ സ്വത്ത് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിലെ പല ആളുകളും അറിഞ്ഞത്. ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്ന കങ്കം മൂസ 1324 മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള ഹജ്ജ് കർമ്മം ചെയ്യാനായിട്ട് അദ്ദേഹം മക്കയിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. ഏകദേശം 60,000-ഓളം വരുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും 12,000-ഓളം അടിമകളും 1,000-ഓളം ഒട്ടകങ്ങളും അതിനേക്കാൾ ഉപരി കുതിരകളുമായിട്ടാണ് അദ്ദേഹം മക്കയിലേക്ക് യാത്ര ചെയ്തത്. ഈ 1000 ഒട്ടകങ്ങളുടെ പുറത്ത് അദ്ദേഹം സ്വർണം കെട്ടിവെച്ചിരുന്നു. ആ സ്വർണത്തിന്റെ അളവ് ഏകദേശം 136 കിലോഗ്രാം വരും. അദ്ദേഹം പോകുന്ന വഴികളിലെ പള്ളികളിൽ മറ്റിടങ്ങളിലേക്ക് ഈ സ്വർണം ദാനം ചെയ്യുകയും അവസാനം മക്കയിലെത്തിയ കങ്കം മൂസ അവിടേക്കും സ്വർണം ദാനമായി നൽകിയെന്ന് നമുക്ക് ചരിത്രരേഖകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 136 കിലോഗ്രാം സ്വർണ്ണമാണ് മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം കൊണ്ടുപോയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന്. ഏകദേശം 20ഓളം വരുന്ന തന്റെ ഭരണകാലത്തിനിടയ്ക്ക് അദ്ദേഹം മാലിയിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫാക്ടറികൾ, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനം അദ്ദേഹം മാലിയിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് കങ്കം മൂസയെ കണക്കാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടുള്ള സ്വർണ്ണ നിക്ഷേപമാണ്. ഏകദേശം $400 ബില്യൺ ഇന്നുള്ള പല പണക്കാരുടെക്കാളും എത്രയോ ഇരട്ടിയോളം വരും അത്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള അറിവുകൾക്കായിട്ട് നിങ്ങൾ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ത്രെഡ് എനിക്ക് പറയുന്നത്, ഞാനൊരു ടീച്ചറാണ്. അപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചത്. അപ്പൊ ഇതേപോലെയുള്ള ത്രെഡുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ എനിക്കും നിങ്ങൾക്കും മറ്റെല്ലാവർക്കും അറിയാനുള്ള ഒരു അറിവായിട്ട് അത് മാറും. അത് മാത്രമല്ല, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ലോകത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ചെയ്യല്ലോ അല്ലെ? ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന്. ഇത്രയും കാലം ജീവിച്ചതിൽ ഏറ്റവും വലിയ പണക്കാരൻ കങ്കം മൂസയെ നിങ്ങൾ അറിഞ്ഞല്ലോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാനായിട്ട് ഒന്നുകൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാതിലേക്കും ബൈ.